സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോടാ. സിറ്റുവേഷൻ സിറ്റുവേഷനാണ്. അപ്പൊ അത് മുതുക്കി വെച്ച് സംസാരായി. അപ്പം കണ്ണാപ്പി അവിടെ നിക്കുന്നുണ്ടായിരുന്നു. അപ്പം MG3 ഇറങ്ങണം പോയായിരുന്നു. അപ്പൊ MG3 ഇറങ്ങി PD TVനെയും KVനെയും താങ്ങിക്കുക അങ്ങനെ എന്താ പറഞ്ഞു. നമ്മളാ സിറ്റുവേഷനിൽ നമ്മളാ സിറ്റുവേഷനിൽ ഒന്നിലും ഇല്ല. കണ്ണാപ്പിയുടെ സൈഡ് നിൽക്കുവായിരുന്നു. അപ്പൊ അത് പറഞ്ഞു കേട്ടപ്പോ കണ്ണാപ്പിക്ക് പൊളിഞ്ഞ്. അപ്പൊ കണ്ണാപ്പി പോയി സംസാരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരായി. അല്ല ബ്രോ മൂഞ്ചിത്തരം പറയല്ലേ ബ്രോ. മൂഞ്ചി KVA TV ഒന്നുമില്ല. കുറച്ചു മുമ്പ് ഈ സാറുമായിട്ട് ഞാൻ അടിയിട്ടുള്ള കുറച്ചു മുമ്പ് സാറുമായിട്ടുള്ള എന്താ KVA TV എന്താ ബ്രോ ഇവിടെ കൊമ്പുണ്ടോ ബ്രോ? ഇവിടെ അല്ലല്ല ഇവിടെ അല്ലല്ല ബ്രോ ഇവിടെ KVA TV എന്താ കൊമ്പുണ്ടോ ബ്രോ? ഇവിടെ കൊമ്പുണ്ടോ? അല്ല കുറച്ചു മുമ്പ് ഞാൻ ഈ സാറെ പേര് ഞാനും ഈ ബ്രോയും കൂടെ ഞാനും ഈ പുള്ളിയും കൂടെ കുറച്ചു മുമ്പ് സംസാരിച്ച് ഇഷ്യൂ ആയതേ ഉള്ളൂ. ഓക്കെ മനസ്സിലാക്കാം ബ്രോ. ബ്രോ സിറ്റിസൺ ആയിട്ട് നടക്കുമ്പോഴുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ബ്രോ സിറ്റിസൺ ആയിട്ട് നടക്കുമ്പോ അത് ആ രീതിക്ക് നടക്കണം. അല്ലാതെ മറ്റേ ഗ്യാങ്ങിനെ പോലീസിനെ കിടന്ന് ചൊറിയാൻ പോരുത്. മനസ്സിലായ? ഇവിടെ ബാക്കിയുള്ള സിറ്റിസൺസ് ഇല്ലല്ലോ. അല്ല ബാക്കിയുള്ള സിറ്റിസൺ ഒന്നും പറഞ്ഞില്ലല്ലോ. മറ്റേ KVA TV മറ്റേ വലിയതാന്ന്. അല്ല KVA TV അല്ല KVA TV താങ്ങി കൊടുക്കാന്ന് ബാക്കിയുള്ള സിറ്റിസൺസ് അല്ല ഒരുപോലെ കാണണമെന്ന് ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായ? എല്ലാരും ഒരുപോലെ തന്നെ അവര് കാണുന്നത്. എല്ലാരും ഒരുപോലെ തന്നെ അല്ല അങ്ങനെയാണ് ഞാൻ TVയിലുള്ളതാണല്ലോടാ. ഞാൻ TVയിലുള്ളതാണല്ലോ. എന്നിട്ട് അല്ല മാർക്കോ സാർ എനിക്ക് വലിയ ഇതൊന്നും തന്നില്ലല്ലോ. ഞാൻ TVയിലുള്ളതാണല്ലോടാ. ബ്രോ കഴിഞ്ഞ ഒരു സിറ്റുവേഷനിൽ കണ്ടോണ്ടാണ് ബ്രോ ചോദിച്ചത്. അല്ല എന്ത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ കാര്യം പറ. TV ഒരാൾ അടിച്ചിട്ടിട്ട് PD പോയി TVക്ക് സപ്പോർട്ട് ചെയ്ത് എന്താണ് അപ്പം സപ്പോർട്ട് എന്റെ പേര് സ്റ്റാർക്ക്. അല്ല MG3 എന്ന് പറഞ്ഞ പുള്ളി വരും. MG3 എന്ന് പറഞ്ഞ പുള്ളി ബ്രോ പേരെന്താണ് ബ്രോ? പേരെന്താണ്? എന്റെ പേര് സ്റ്റാർക്ക്. ബ്രോ സംബന്ധിച്ചല്ലേ ബ്രോ ഈ KVA TV അങ്ങനെ ട്രാക്ക് ചെയ്യണ്ട ബ്രോ. അങ്ങനെ ആരും താങ്ങുന്നൊന്നുമില്ല. മനസ്സിലായോ? ഇവിടെ PD അങ്ങനെ അല്ല ബ്രോ നേരത്തെ ആദ്യം പറഞ്ഞു ബ്രോ ഞാൻ പറയട്ടെ. ഇവിടെ ആരും മറ്റേ സിറ്റിസൺ ബ്രോ ഞാൻ വിചാരിച്ച ആദ്യം ബ്രോ സിറ്റിസൺ ആണ്. പിന്നെ ബ്രോ ആണ് പറഞ്ഞ MG3 ആണ്. ഇപ്പൊ ബ്രോയ്ക്ക് അങ്ങനെ MG3 ആണല്ലോ ബ്രോ. ഇപ്പൊ എന്തിനാണ് ബ്രോ തന്നെ എന്തിനാണ് ഇങ്ങനെ ഇപ്പം ബ്രോ ഇപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ബ്രോയുടെ സ്വന്തം ഗ്യാങ്ങിനാണ് അവിടെ വിലയിടുന്നത്. KVA TV മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബ്രോയുടെ ഗ്യാങ്ങിന്റെ വില ബ്രോ അല്ലേ? അങ്ങനെ അല്ല അങ്ങനെ താങ്ങി കൊടുക്കുന്നതാണെങ്കിൽ ഞാനും മാർക്കോ സാറിനോട് കുറച്ചു മുമ്പേ മുട്ട അടിയായതാണ്. മാർക്കോ സാറിന് എന്നെ അറിയാം. ഞാൻ TVയിലാന്ന് എല്ലാവർക്കും അറിയാലോ. മാർക്കോ സാറിനെ പ്രത്യേകിച്ച് അറിയാം ഞാൻ TVയിലാന്ന്. പിന്നെന്തിനാണ് കാണിക്കുന്നത്? ഇപ്പം ബ്രോയുടെ പേരെന്താ? സിറ്റുവേഷൻ ആയിട്ടില്ലേ? അല്ലല്ല അതുപോലെ ആയിട്ടുണ്ട്. അല്ല ബ്രോയുടെ പേരെന്താ? എന്റെ പേര് സ്റ്റാർക്ക്. ഓക്കെ ബ്രോ. ഇപ്പം ബ്രോ ഇപ്പൊ ഗ്യാങ് ഡ്രസ് ഇടണം. ബ്രോയ്ക്ക് ഒരു ഐഡന്റിറ്റി കിട്ടണമെങ്കിൽ. മനസ്സിലായോ? സ്റ്റാർക്കാന്നല്ലേ നാലാളെ അറിയണമെങ്കിൽ ബ്രോയ്ക്ക് ഗ്യാങ് ഡ്രസ് ഇടണം. പക്ഷെ ഞാൻ ഗ്യാങ് ഡ്രസ് ഇടേണ്ട ആവശ്യമില്ല. എന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഇവിടെ. ഈ ലുക്കിൽ വേറെ ആരും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് തന്നെ അറിയാം. അതൊരു ഐഡന്റിറ്റിയാണ്. അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സ്റ്റാർക്ക് മോൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? എടാ ഇല്ല പറ്റിയിട്ടില്ല. അത് പറ്റിയിട്ടില്ല. അതങ്ങനെയാണ് സ്റ്റാർക്ക് മോനെ. അപ്പം മനസ്സിലായോ? പേരെന്താന്ന് പറഞ്ഞു? അയ്യോ ഞാൻ മോനെ വിളിച്ചാണ്. കൊച്ചുപിള്ളേർ ശബ്ദമായിട്ട് തോന്നിയടാ. അതുകൊണ്ട് വിളിച്ചാണ്. പിന്നെ ഇല്ല പിന്നെ ഈ വ്യത്യാസം കൊണ്ടുവരണ്ട ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർ KVA TV താങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ബ്രോ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അത് ചിലപ്പോ അവർക്ക് ഇഷ്ടമുള്ളതായിട്ടായിരിക്കും താങ്ങുന്നത്. മനസ്സിലായോ? അവർക്ക് അപ്പൊ അതിന്റെ എൻഡ് ഞാൻ പറഞ്ഞുതരാം ബ്രോ. അവർക്ക് ഇപ്പൊ MG3 എന്ന് പറഞ്ഞ ഗ്യാങ് ഇഷ്ടമല്ലായിരിക്കും. ചിലപ്പോ അവരുടെ മനസ്സിൽ തീട്ടം ഗ്യാങ് എടുക്കായിട്ടായിരിക്കും കാണുന്നത്. സപ്പോസ് അതുകൊണ്ടായിരിക്കും ബ്രോ. മനസ്സിലായോ ബ്രോ? കാര്യം മനസ്സിലായി, വ്യത്യാസം മനസ്സിലായോ ബ്രോ? എന്തായാലും അവരുടെ ഡിഫറൻസ് പറഞ്ഞല്ലേ. ഇപ്പൊ ഇത്രയുള്ളൂ ബ്രോ. ചിലപ്പോ അവരുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും കാണുന്നേ. ഓ ഇത് മറ്റേ കണ്ടി ഗ്യാങ്ങിന്ന് വരുന്ന മറ്റേ പയ്യനെ അങ്ങനെ ആയിരിക്കും അവൻ വിചാരിക്കുന്നത്. മനസ്സിലായോ? there's a difference bro, huge difference. അപ്പൊ ബ്രോ അമ്മാര് പോയി കേട്ടോ. നമ്മളെ തിരിച്ച് ഗ്യാങ് ഹൗസിൽ വന്ന് നമ്മള് ഗ്യാങ് ഡ്രസ് ഇട്ട് വണ്ടി എടുക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ കണ്ണാപ്പി തിരിച്ചു വരുമായിരുന്നു. കണ്ണാപ്പി സക്കീറും ഗ്യാങ് ഹൗസിലോട്ട് വരുമായിരുന്നു. അപ്പൊ നമ്മൾ അവിടുത്തെ ആ മലയില് അവരെ പിറ്റ് ചെയ്തിട്ട് അടിച്ചത്. നമ്മുടെ
നമ്മള് വരണേ ഉള്ളൂ ഗ്യാങ് ഫ്രണ്ട് നമ്മുടെ ടീച്ചർ അടിക്കുന്നുണ്ട് അവരടിക്കണ്ടേ നീ വീടിനെന്താ പറഞ്ഞല്ല പച്ച വണ്ടി കണ്ടപ്പോഴേ ഇതൊക്കെ എന്തിനിത് ഇതൊക്കെ എന്തിന് പച്ച വണ്ടി കണ്ടു കഴിഞ്ഞാ വണ്ടി മുതുക്കിലുണ്ടേ വണ്ടി പോന്നെ മാർക്കറ്റ് ഏരിയയിൽ ഇറങ്ങി ടയർ പൊട്ടിക്കാൻ പറ്റിക്കുമ്പോ എല്ലാരും ഒരുമിച്ച് ഞങ്ങള് സെപ്പറേറ്റഡോ ആ വണ്ടിയെ കൂടെ പിടിക്കാൻ പറ്റുമോ ടയർ പൊട്ടിച്ച് ക്ലൈന്റ് പുറകെ ഉണ്ടേ പിന്നിട്ട് പുറകെ വാ മാർക്കറ്റ് തിരിച്ച് കറങ്ങി വരുവാണ് അങ്ങോട്ട് മുതുക്ക് റിപ്പയർ തന്നെയാണോ കടത്തിനോടെ വണ്ടി തിരിച്ചു പോലെ ഞാൻ പറഞ്ഞു സപ്പോർട്ട് വരും ഹലോ ബാക്കിൽ കുത്തിയേ കേരള എല്ലാരും കേറ പെട്ടെന്ന് കയറേ തിരിച്ചു വണ്ടി കയറും മാർക്കറ്റ് അടുത്ത ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാർക്ക് വരാം ഇറങ്ങി മാർക്കറ്റ് കുത്തിക്കോ ഇവിടെ ഇറങ്ങിക്കുന്നേ ഫുൾ ഇറങ്ങിക്കുന്നേ മൊത്തം ഇറങ്ങിക്കോ മാതിരി നമുക്കൊരു മാർക്കിൽ ഹെൽപ്പ് വേണേ ബാബാ അമ്മ രണ്ടുപേരേ ഉള്ളു കുഴപ്പമില്ല നമുക്ക് ഇവിടുന്ന് അമ്മമാരെ അടിക്കാൻ പോവാ എവിടെയാടാ അമ്മമാരെ റൈറ്റ് അടിച്ചോ ചൂടാണ് അയ്യപ്പ ഹലോ ഹലോ കേക്കാവോ ബ്രോ ബ്രോ ഇതിപ്പം നമ്മള് സിറ്റിയിൽ കയറുന്നതിന് മുമ്പ് ഓൾറെഡി ഇവിടെ സിറ്റുവേഷൻ ആയി എന്ന് പറഞ്ഞായിരുന്നേ ഇവര്. അപ്പൊ എന്തായിരുന്നു സിറ്റുവേഷൻ എന്തായിരുന്നു അറിയണ്ട. നിങ്ങളിപ്പോ നമ്മളൊരു പ്രീവാർ കളിച്ച് നിങ്ങൾ ഓൾ ഡൗൺ ആയില്ലോ എന്ന് അറിയുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങള് ഓക്കെ അല്ല എന്തായിരുന്നു സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് ഉണ്ടായെന്ന് പറയാം. ഹലോ ബ്രോ ഞങ്ങള് മീറ്റിംഗ് വിളിക്കാം മീറ്റിംഗ് വന്നിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ അതാണ് ഓക്കെ ശരി. അയ്യോ ഹലോ
ബ്രോ എൻ്റെ ഒരു പരന്തോസു ഞാൻ ലീഡറാണ് ടിവിയുടെ ബാക്കി കോ ലീഡറാണ് ബാക്കി 2 സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അത് മന്ദാര നിങ്ങളുടെ കൂട്ടത്തിൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആരെല്ലാം ഉണ്ടോ സിറ്റുവേഷൻ സംഭവം വെച്ചാൽ മുതുക്കിന്റെ ബീച്ച് ഏരിയയിലോട്ട് പോയപ്പോ പീഡി നമ്മളെ ഫയർ ചെയ്ത് ആ ടൈമില് പീഡിയുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക പീഡി നമ്മുടെ അടുത്ത് നല്ല റോങ് ആയി ലൈക്ക് ഗ്യാങ് സംസാരിച്ച് അപ്പൊ നമ്മള് ചോദിച്ചു ഇത് ടിവിയോ കെവിയോ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചു അപ്പൊ തൊട്ടടുത്ത് കണ്ണാപ്പി ഉണ്ടായിരുന്നു കണ്ണാപ്പി നേരെ വന്നിട്ട് ഞാൻ പറഞ്ഞു ടിവിയെ നിങ്ങൾ താങ്ങൂലേ എന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ ഒരുപാട് സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കണം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം ഡിഫറെന്റ് ആണ് അതെന്താ സഹോദരൻ അങ്ങനെ പറയണേ അങ്ങനെയാണ് ബ്രോ ഞാൻ അത് കണ്ടോണ്ട് ചോദിച്ചാണ് ഞാൻ പറഞ്ഞതല്ല ഞാൻ അടുത്ത് ചോദിച്ചു നിങ്ങൾ താങ്ങുവാണോന്ന് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് അത് വേറെ കേസാണ് ബ്രോ അതിപ്പോ നിങ്ങൾ പീഡിയായിട്ടുള്ള കേസാണ് ഞങ്ങൾക്ക് അറിഞ്ഞോളൂ ഞങ്ങൾക്ക് അതിലൊന്നും പറയാനില്ല പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാരും ഒരുപോലെയാണെന്ന് തന്നെ ഞങ്ങൾ കണ്ടോളൂ അല്ലാണ്ട് ഞങ്ങൾക്ക് ടിവിനെ മാത്രമേ തലയൊക്കെ നമ്മൾ കണ്ടില്ല മനസ്സിലായില്ലേ അപ്പൊ മനസ്സിലായി ഞാനിത് പീഡിയുടെ അടുത്താണ് സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് കണ്ണാപ്പി വന്നിട്ട് പറഞ്ഞ് അത് അവർ താങ്ങുന്നുണ്ടായിരിക്കും കാരണം അവർക്ക് ആയിട്ട് തോന്നി അല്ല നിങ്ങളെ പോലെ കണ്ടി ഗ്യാങ്ങല്ല എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ ബ്രോ ഞാൻ ഇപ്പൊ നമ്മളെ താങ്ങുന്നു എന്ന് പറഞ്ഞ പിന്നെ നമുക്ക് നമ്മള് ഇപ്പൊ കറന്റ്ലി നമുക്ക് നമ്മളിവിടെ പണിഷ്മെന്റ് ചെയ്താലും എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഇതുണ്ട് അതുകൊണ്ട് അല്ലാതെ ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഇങ്ങനെ നമ്മളെ താങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെളിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റൂലല്ലോ അപ്പോഴല്ലേ അവൻ ചോദിച്ചത് നിങ്ങൾ അങ്ങനെ അതാണ് ഞാനത് പറഞ്ഞതല്ല ഞാനത് ചോദിച്ചതാണ് പീഡിയുടെ അടുത്ത് ഫുൾ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഫുൾ സിറ്റുവേഷൻ എന്താ അപ്പഴത്തേക്ക് ആൾ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഗ്യാങ്ങിനെ പറഞ്ഞപ്പോ ഞാനും തിരിച്ചു പറഞ്ഞു അത് നമ്മുടെ ലീഡറിനെ പറഞ്ഞു പിന്നെ നമ്മള് വണ്ടി എടുത്ത് ഇറങ്ങിയ സമയത്ത് ആളെ കണ്ടു നമ്മൾ ഫയർ ചെയ്തു നിങ്ങൾ ഫയർ ചെയ്തു നമ്മൾ കുറച്ചൊരു ഡൗൺ ആയി നിങ്ങളുടെ കുറച്ചൊരു ഡൗൺ ആയി നമ്മൾ മീറ്റിംഗ് വിളിച്ചു ഇപ്പൊ എന്താണ് നിങ്ങളുടെ തീരുമാനം വാറായിട്ട് തീർക്കാനുള്ള പരിപാടിയാണ് വാറായിട്ട് നമുക്ക് അടിച്ചെടുക്കാനാണ് താല്പര്യം ചില നിങ്ങളുടെ ആ ഒരു നിലപാടുകൾ ഉറച്ചിരിക്കുകയാണല്ലേ നിങ്ങൾ ചെയ്ത ശരിയാണോ തെറ്റാണോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അല്ല ഞാൻ ചോദിക്കണ ഇത്രേ ഉള്ളൂ ബ്രോ നിങ്ങളിപ്പോ നിങ്ങൾ ഒരിടത്ത് നിൽക്കുമ്പോ നിങ്ങളെ പറ്റി വേറൊരാൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അതിനകത്ത് കയറി ചോദിക്കോ ഇല്ലയോ ബ്രോ നിങ്ങളെ പറ്റിയല്ലേ പറഞ്ഞത് ഇതൊക്കെ പുറത്ത് സംസാരിക്കുന്ന കേസാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇതല്ല ബ്രോ ഇത് പുറത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടുത്തെ അഡ്മിൻ പാനലിനോടും ബാക്കിയുള്ളവരോടും അല്ലേ ബ്രോ സംസാരിക്കേണ്ട സിറ്റിക്കകത്ത് വന്നിട്ട് നമ്മൾ താങ്ങുന്നു എന്നൊക്കെ പറയണം ഞങ്ങൾ ഒന്നാമത്തെ കാര്യം കുറെ നാളായിട്ട് ഇവിടെ ആക്റ്റീവ് പോലും അല്ലായിരുന്നു പിന്നെ ഞങ്ങളെ എന്ത് സിറ്റുവേഷനിലാണ് താങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് എന്താ താങ്ങിത്തരണം പീഡിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ നിങ്ങളൊക്കെ പറക്കിയിട്ട് എല്ലാ സിറ്റിസൺസിനെ വെടിവെച്ച് നടക്കുന്നതുകൊണ്ട് പീഡി മിണ്ടാതെ പോണോ അങ്ങനെയൊന്നുമില്ല ബ്രോ ചിലപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് സംസാരിക്കണ പീഡി ഓഫീസേഴ്സ് ഉണ്ടാവും അങ്ങനെ അല്ലാതെ അങ്ങനെയല്ല ബ്രോ നിങ്ങൾ ഇവിടെ പീഡിയുടെ സിറ്റുവേഷൻ ആയിട്ടില്ലേ ഇതിനു മുമ്പ് ആയിട്ടില്ലേ അതുപോലെ ഞങ്ങളും ആയിട്ടുണ്ട് പക്ഷെ അവര് ഞങ്ങളുടെ സംസാരിച്ചത് വേറെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണത് വേറെ ബ്രോ നിങ്ങൾക്ക് ഫീൽ ആവൂല ബ്രോ നമുക്കാണ് ഫീൽ ആവുന്നത് മനസ്സിലായത് നമുക്ക് ഫീൽ ആവും അത് കറക്റ്റായിട്ട് മനസ്സിലാവും നിങ്ങൾ കാണുമ്പോ നിങ്ങളുടെ മൈൻഡിൽ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മുടെ അങ്ങനെ അല്ലായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ പീഡിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല മനസ്സിലായ പീഡിയുടെ അടുത്തുള്ള പരാതി നിങ്ങൾ വേറെ അടുത്താണ് പറയേണ്ടത് നിങ്ങൾ നമ്മുടെ പേര് ഡ്രാഗ് ചെയ്ത് താങ്ങുന്നു അത് അവര് ആ പീഡി അവിടെ റോങ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഞാനും അത് തിരിച്ച് അവരുടെ സംസാരിച്ചു സഹോദര പീഡിയില് പോലും നമ്മുടെ അടുത്ത് പൊളിച്ചിലുള്ള ഒരുപാട് പേരുണ്ട് അവര് ഞങ്ങൾക്ക് നിങ്ങൾ പറയണ പോലെ മര്യാദക്കല്ല സംസാരിക്കണേ അവര് ഞങ്ങളുടെ റോങ് ആയിട്ട് സംസാരിക്കുക അതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ എതിർപ്പുള്ള ആരെങ്കിലും ഒരാളായിരിക്കില്ല ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് അതിന് വേറെ 2 ഗ്യാങ്ങിനെ താങ്ങുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അല്ല അത് ഞാൻ പറയട്ടെ അതായത് ഇപ്പൊ ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഗ്യാങ്ങിനെ നിങ്ങൾ ഡയറക്റ്റ് ഇൻവോൾവ് ആയിച്ചല്ലേ പീഡി ഈ ഒരു ഫാമിലിനായിട്ട് നിങ്ങളെന്ന ഫാമിലിനായിട്ട് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണ് ഞാനത് അടിച്ചു പറഞ്ഞതല്ല ഞാൻ ചോദിച്ചതാണ് അപ്പോഴേ കണ്ണാപ്പി നേരെ എന്ന് പറഞ്ഞ പീഡി നമ്മളെ താങ്ങുന്നുണ്ട് നിങ്ങളെ പോലെ കണ്ടി അല്ല അതുകൊണ്ട് താങ്ങുന്നൊക്കെയാണ് പറഞ്ഞത് സുഹൃത്തെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ ഞാൻ സുഹൃത്തിനോട് സുഹൃത്തെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു അപ്പൊ സുഹൃത്ത് എന്നോട് എങ്ങനെ സംസാരിക്കും ഞാൻ പിന്നെ പറഞ്ഞ് നിന്നോട് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നീ എന്നോട് എങ്ങനെ സംസാരിക്കും എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുണ്ടാവുക
അതായത് ഞാൻ പറയട്ടെ അതല്ല നിങ്ങൾ അവരോട് നല്ല രീതിയിൽ സംസാരിച്ചാ അവർ അല്ല ബ്രോ തിരിച്ച് നല്ലപോലെ അതിന്റെ സംസാരിക്കില്ല. ഞാൻ പറയട്ടെ ബ്രോ അതിന്റെ കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ഒരു കാര്യമില്ല ചുമ്മാതെയാണ് റേഞ്ചിനോട് വെച്ച് അടിച്ചേക്കുന്നത് നമ്മൾ ഒന്നും തിരിച്ച് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല മര്യാദയ്ക്ക് പോയി സംസാരിക്കുകയും ചെയ്തു പീഡിയുടെ കാര്യം വിട്. അതാണ് പറയണേ ഇപ്പൊ പറഞ്ഞ അതിന്റെ ഇപ്പൊ എന്തായാലും അടിയായല്ലോ, നമുക്ക് വാറടിച്ച് തീർക്കാം എന്തായാലും. നമ്മുടെ സൈഡിൽ ഞാൻ ഒരു കാര്യം പബ്ലിക്കായിട്ട് പറയണത് വെച്ചാൽ ബ്രോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വേറെ ഒന്നെങ്കിൽ PD ഡിപ്പാർട്ട്മെന്റ് സംസാരിക്കുക അല്ലെ പുറത്ത് സംസാരിക്കുക. അല്ല ഞാൻ പറയട്ടെ വസ്തു അതെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ഒന്നാമത്തെ കേസ് വെള്ളി സംസാരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇത് കറന്റ്ലി നമുക്ക് ആ ടൈമിൽ അവിടെ ഉണ്ടാവുന്ന ഒരു ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. ഇവന് ആ പീഡിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. അല്ലെ ഇപ്പൊ നിങ്ങളെ ഗ്യാങ് മെമ്പറുടെ അടുത്ത് വന്നിട്ട് പീഡി നിങ്ങളെ താങ്ങുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവൻ പറയുന്നത്, മനസ്സിലായില്ലേ? അവൻ ആ ഏരിയയില് പീഡിന്റെ ഭാഗത്തുനിന്ന് അവനക്ക് അങ്ങനെ തോന്നിയ കാര്യം ഡ്രോൺ മീറ്റിംഗ് ഏരിയ പറ്റൂലെന്ന് പറഞ്ഞു മച്ചാനെ. അവന്മാർ പുറത്ത് കുറെ അങ്ങനെ കാണാൻ. അപ്പൊ ഇവന് അറ്റ ടൈമിൽ തോന്നിയ കാര്യമാണ് അവനെ PD ഓഫീസറുടെ അടുത്താണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് സംസാരിക്കണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ അവൻ അങ്ങനെ ഫീൽ ചെയ്തതുകൊണ്ട് അവൻ അത് അവിടെ അങ്ങനെ സംസാരിക്കും. അവൻ കണ്ടിട്ടോ നിങ്ങളുടെ ഗാങ്സ് ഒന്നും കണ്ടിട്ടില്ല, കണ്ണാപ്പിയോട് ഉള്ളത് പോലും അവൻ പറഞ്ഞു, ഗാങ് മെമ്പേഴ്സ് അവിടെ ഉള്ളത് പോലും അവൻ അറിയത്തില്ല, മനസ്സിലായില്ലേ? പിന്നെ ഈ അത് കേട്ട കണ്ണാപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നതും നല്ല മര്യാദക്കല്ല. അത് അവന്റെ അങ്ങനെ കേട്ട ഞാൻ ബ്രോ അങ്ങനെ കേട്ട ആരെയും റിയാക്ട് ചെയ്യാൻ വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഗാങ്ങിനെ കളിയാക്കിയല്ല അവിടെ പറഞ്ഞത്. അവര് നിങ്ങളെ താകണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ ആയിക്കോട്ടെ ബ്രോ, അത് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ബ്രോ ശരിയാവും? ബ്രോ നീ ഇപ്പൊ എന്ത് രീതിയിൽ പറഞ്ഞാലും അത് ഒഫൻഡഡ് ആയിട്ടേ തോന്നത്തുള്ളൂ. അങ്ങനെ പറയുമ്പോ നമ്മളെ കൂടെ ഉള്ളവർ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. അതിപ്പോ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ കേട്ടാലും അങ്ങനെ തോന്നത്തുള്ളൂ. നിങ്ങൾ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യണം, നമുക്ക് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. അത് ഞാൻ പറയട്ടെ, ഇതിപ്പോ നമ്മളിങ്ങനെ സംസാരിക്കണം. ഇപ്പൊ ഇവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, കണ്ണാപ്പി അതിന് റിയാക്ട് ചെയ്തു. കണ്ണാപ്പി നമ്മളെ ഗാങ്ങിനെ പറഞ്ഞു, ഇവൻ അങ്ങനെ ഓക്കെ ഇതിന്റെ ഇടയിൽ ഡൗൺ ആയി. അതുകൊണ്ട് നമ്മൾ മീറ്റിംഗ് വിളിച്ചു. അപ്പൊ നമ്മളൊരു സ്റ്റേറ്റ് ഓക്കെ, ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു ചന്ദ്രൻ. എത്ര മണിക്ക് ഉള്ളിൽ വാറ വിളിക്കും? നമ്മളൊരു 15 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമ്മൾ തോക്കാൻ ജയിക്കാം, എന്താണേലും GG കേട്ടോ, അത്രേ ഉള്ളൂ. ഇവിടുന്ന് തുടങ്ങുവാണ്. നമ്മളൊരു ഓഫ്ലൈൻ പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഈ 3 പിള്ളേരുടെ ആഡ് ചെയ്തിട്ട് ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. സോ ബി വിത്ത് അസ്. ആ എസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അവന്മാർ അവിടെ വെയിറ്റ് ചെയ്ത് നിപ്പുണ്ടാവും. ഓക്കെ, ഇറങ്ങിപ്പോ നമുക്ക് റൈറ്റ് ഇറങ്ങി. എന്തിനാ എല്ലാം കമ്മിറ്റി അല്ലേ? ഓക്കെ, തള്ളിയാതി accepted as a standy ballot. Let's go. All the way best, all the way best. നമ്മൾ കളിക്കും. ആ എടാ ഈ നമ്മളെ വണ്ടി മാറ്റോടാ. ഇത് ശോകം വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി വെച്ച് കളിക്കാൻ വലിയ പാടാണ്. നമുക്ക് അയ്യപ്പാ ഒരുപാട് മുന്നേ പോകല്ലേ, ബാക്കിയുള്ള വണ്ടികൾ ഇറക്കാൻ. നമുക്ക് ഹെലി ഉണ്ടോ? ആരാ ഹെലിയിലാരാ? അപ്പനാണോ? അമ്മമാരുടെ വണ്ടി ഇവിടെ തന്നെ ഓൾറെഡി അമ്മമാരുടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മയുടെ വണ്ടിയുടെ താഴെ താളെന്താന്ന് അറിയത്തില്ലേ, ഒന്ന് നോക്കിറങ്ങി ശരിയാ. താഴെ അവിടെ താഴെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. അമ്മ ഇവിടുത്തെ പോകണ്ടോ, ഞാൻ ഫ്രണ്ടിലോട്ട് പോവാം. നിങ്ങൾ ക്ലിയർ ചെയ്ത് വന്നാൽ കേട്ടാ. ആ വണ്ടിക്കകത്ത് ഇറങ്ങി അടിച്ചേ കേട്ടോ. ആരെങ്കിലും വണ്ടി
ചോദിച്ചോടാ മാപ്പിൽ ഇതിൽ വാർത്ത ഓൾറെഡി ആ മലയിൽ ഓൾറെഡി ആ മലയിൽ തന്നെ ആയിരിക്കും ശരിയല്ലേ വന്നത് കറക്റ്റ് മലയിലുണ്ടെങ്കിൽ അപ്പം കറക്റ്റ് അവിടെ ഓൾറെഡി ഇവിടെ മറ്റേ വാലറിന്റെ മറ്റേ മെനു ഒക്കെ ഉണ്ടോ? ആ സാധനം ഉണ്ടോ ഇവിടെ? റാമൊക്കെ ഉണ്ട് ബ്രോ. എന്റെ 1500 റാമുണ്ട്. കണ്ണ് പോവോ നമ്മുടെ അപ്പൊ ഇവിടെ കണ്ണ് പോവോ കയ്യിൽ സാധനങ്ങളൊക്കെ റീസെറ്റ് ആ ഫീലിങ്സ് എല്ലാം ഉണ്ടോ? ആ 720 ആ 7 ഷീൽഡേ ഉള്ളല്ലോ. ഡോർക്ക് എൻ്റെ ഷീൽഡ് 7 ഉള്ളൂ. കാന്താരി നിന്റെ അധികം എന്തിനുണ്ടോ? ആ ഞാൻ ഹിറ്റ് ആയിട്ടുണ്ട് ഇവിടെ കത്തിപ്പോയിട്ടേ ഏത് പിങ്ങില് അവിടെ അവിടെ വണ്ടി ഉണ്ട് അവിടെ വണ്ടി ഉണ്ട് തള്ളിക്കോ തള്ളിക്കോ ലെഫ്റ്റിൽ ഒരു വണ്ടി ഉണ്ട് ഇവിടെ എന്റെ മാർക്ക് ബാക്കിയുള്ള 4 വണ്ടി ഇവിടാണ് ഇറങ്ങിക്കോ. എടാ നമ്മളന്ന് KKB എടുത്തില്ല ആ അപ്പൊ പിന്നെ കോള് വന്നോ. ഞാൻ കുത്തിക്കുന്നില്ല ബാക്കി കറങ്ങി വന്നാൽ മതി കറങ്ങി വന്നാൽ മതി എല്ലാ വണ്ടി ഇവിടെ കുത്തി റൈറ്റിന് ഓപ്പൺ നോക്കി ആ പാടെടുത്ത് രണ്ടുപേര് പാടെടുക്കേ വീടിന്റെ മുകളിൽ ബാക്കി ആൾക്കാര് നോക്കി കളിക്കണം. വീടിന്റെ മുകളിൽ ആളുണ്ട് ഒരുത്തരം പാറയുടെ ഒരുത്തരം കൂടെ ആ വണ്ടിയുടെ നിന്ന് കളിക്കല്ലേ കേറ് കേറ് നല്ല വേണം ഡൗൺ ഡൗൺ ഓ കേടാ ലെഫ്റ്റിൽ കറങ്ങി നമ്മളാകുന്നത് റേഡിയോ ഡിസ്കണക്റ്റഡ് ആയ ഞാൻ കഴിഞ്ഞ എന്താ കത്താണ് എന്റെ റേഡിയോ എപ്പോഴും ഡിസ്കണക്ട് ആയി ഗൈസ്
റേഡിയോ എങ്ങനെ പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. ഞാൻ ഹീൽ അടിച്ചിട്ട് ഇതാക്കിയപ്പോഴത്തേന് റേഡിയോ പോയി. അത് ഇതിനു മുമ്പ് ലാസ്റ്റ് ഏതായിരുന്നു KKBയുടെ വാറിനാന്ന് തോന്നുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ റേഡിയോ എങ്ങനെ പോയി? ഏതോ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് ഒന്ന് റീസെറ്റ് ആയതാണെന്ന്. അഡ്മിൻസ്പെക്ട് ആരാ ഉള്ളത്? എളുപ്പമാണല്ലേ അടി. ഓക്കെ റീപ്ലേസ് ഉണ്ട്. ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു കേസ്. ഞാൻ ലെഫ്റ്റിലോട്ട് കറങ്ങുകയോ ചെയ്യരുതായിരുന്നു. അവന്മാരുടെ കൂടെ റൈറ്റിലോട്ട് തന്നെ പോകണമായിരുന്നു. മനസ്സിലായ? ഞാനൊരു മണ്ടത്തരം കാണിച്ചു. 2 പേരെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ലെഫ്റ്റിലോട്ട് കറങ്ങി. അതെന്റെ ഒരു വലിയ മണ്ടത്തരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നേരെ റൈറ്റിലോട്ട് അവരുടെ കൂടെ തന്നെ പോയാൽ മതിയായിരുന്നു. പക്ഷെ നല്ല കളിച്ച് നമുക്ക് നമ്മള് വീസി പോ. നമുക്ക് നിങ്ങളെല്ലാരും റൈറ്റ് പോയപ്പോഴേ ലാസ്റ്റ് 2-3 പേരെ ഉള്ളെന്നുള്ള ആവേശത്തിൽ ഞാൻ ലെഫ്റ്റിലോട്ട് പോയി. ചെന്നപ്പോ 50 പേര് ഞാൻ അടിക്കണ്ടായിരുന്നു. ബട്ട് ഞാൻ ചത്തില്ല. നമുക്ക് മറ്റേ നമ്മുടെ അഡ്മിൻ ബിയോ ഒന്ന് കാണാം. വാ എല്ലാവർക്കും കൂടെ വാ. ഇവിടുന്ന് ഇറങ്ങണോ? വിഷയം നോക്കിക്കോ. ഇവിടെയാണ് അപ്പാപ്പന്റെ കോൾ. ഇവിടെ കുത്താൻ പറയണ. ഞാൻ കൊണ്ടേ കുത്തി, നേരെ കൊണ്ട് കുത്തി. ഫസ്റ്റ് വണ്ടി കുത്തി സൈക്കിൾ സാവേജ് ഇറങ്ങി. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ എന്റെ കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ വീട്ടിൽ എത്തിയോ ഡോർ കീ അവനെ അത് അവർ കൊണ്ടുപോയി. ഞാൻ അവസാനം കാണുന്ന കാരണത്ത് വെച്ചാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇവിടെ കുത്തിയാടി തുടങ്ങിയ അടി തുടങ്ങി കേട്ടാ. ഇവിടെ ഇവന്മാരായിരുന്നു ഈ നമുക്ക് ഓപ്പണിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ അടി കിട്ടിക്കൊണ്ടിരുന്ന ഇവന്മാരായിരുന്നു. ഇവന്മാരെ അടിച്ച് നമ്മളെ ഇതാക്കി ലിറ്റാക്കി കുറെ പേരെ. എനിക്ക് കുറെ കിട്ടി ഇവിടുന്ന്. ഞാൻ അപ്പൊ തന്നെ പുഷ് ചെയ്ത് റൈറ്റ് ചെയ്ത് ഓൺ ഫുട്ട് ഇറങ്ങി പുഷ് ചെയ്യുന്നുണ്ട്. ഇതുണ്ട ഇത്ര TV ഞാൻ കോളൊന്നുണ്ടെന്ന് പോയി അവൻ റൈറ്റ് പേടി അടിച്ചിട്ടില്ല ഇവിടെ. അയ്യപ്പന്റെ ഒരു വരുത്തം ചൂടാണെന്ന് തോന്നുന്നു. വരവങ്ങ് വരും. അവൻ ചാറ്റ് ഓപ്പൺ ആക്കിയിട്ടില്ല, അതുകൊണ്ടാ കാണാത്തെ. കൊറേ നേരം നിക്കും നമ്മള്. മനസ്സിലായി? നമ്മളെ രണ്ടുപേരും ഇപ്പോഴും അവിടെ നിപ്പുണ്ട് മേടിയ വണ്ടിയുടെ ബാക്കി. ഇവിടെ രണ്ടുപേരും ഇവന്റെ HP ഉണ്ടോ? എനിക്ക് ഇത്ര ബ്രൂട്ടലിന്റെ HP ഉണ്ടോ അവിടെ നിന്ന്? ബാല വിശ്വ പിക്ക് എടുക്കുന്നുണ്ട് ഇവിടെ വണ്ടിയുടെ ബാക്കിലുള്ള ലോഗിന്ന് അടിച്ച്. ഇവിടെ പാവപ്പെട്ട കേട്ടിട്ട് വീഴുക. ജോസ് ഡൗൺ ആയി. അല്ല ഇപ്പൊ നോക്കണേ, എന്നെ നോക്കണേ. നിങ്ങൾ എല്ലാരും ഈ സൈഡ് പോകണേ. ഓടാണ് നോക്കണേ. ഞാൻ കൂടുതൽ ഓടുവണ്ണോട്ടാണ് നോക്കണേ. ഞാനുണ്ട് അതേ ബാക്കിൽ ഞാൻ വന്നടിക്കും. ഇപ്പൊ ഇവിടുന്ന് ഞാൻ എന്ത് ചേരും? ഞാൻ മാത്രം ഇങ്ങോട്ട് വരും. ഞാനുണ്ട് അതേ ബാക്കിൽ ഇത്ര എന്നെ അവിടെ നമ്മളെ കൊറേ പേര് പോയി ലെഫ്റ്റ് പീക്ക്. ഞാൻ ഇരുന്ന് വണ്ടി അടിക്കണം കേട്ടോ അവിടെ. കറങ്ങി വന്നടിക്കണത്.
ആ കുട്ടിദാസിനൊരു 3 ടാപ്പ് എടുത്ത് ഞാൻ. ഓക്കെ, ലാസ്റ്റ് 2 പ്ലേയേഴ്സ് MG3യുടെ അല്ല 3 പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ എന്റെ മുമ്പിൽ മന്ദാരത്തിന് തലക്കിട്ട് കിടക്കുന്നുണ്ട് ഞാൻ. എന്നെ തലക്കടിച്ച് വന്നടാ നീ. ഞാൻ ചാർജ് ആയി വന്നായിരുന്നു. ഓ ഇതാണ് പിടിച്ചോ. അണ്ണ ഗ്രൂപ്പ് നോക്കാം വാട്സാപ്പ് ഗ്രൂപ്പ് സെറ്റപ്പ് നോക്കിയാണ് ഇന്ന് കളിച്ച സെറ്റപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കളിച്ചത് ആരാ? വൺ ടൈം സാധനം ഇട്ടിട്ടുണ്ട്. ഇതിലാണോ നീ കളിച്ചേ? വിഷയം വലിയ മോനായിരുന്നു എല്ലാ പിക്കും തോന്നുന്നുണ്ട്. അടി അടിച്ച് നോക്കട്ടെ. ഒരു സെക്കൻഡ് ആരാ ഇട്ടത്? മതാര. ഇവിടുന്ന് ഞങ്ങക്ക് വിപ്പാവണ്ട, എന്നാലും ഞങ്ങൾ പിടിക്കുക. ഞാൻ തള്ളും. കറങ്ങി വന്ന് ഇവിടുന്ന് ഇവന്മാര് കയറാൻ നോക്കാം. അമ്മമാരെ അടിക്കും. കറങ്ങി വന്ന് ഇവിടുന്ന് ഇവനെ എടുക്കും. അയ്യപ്പോ പക്ഷെ റീലിൽ പഠിച്ചുവല്ലോ. റീലോട് നോക്കോ. അതെന്തൊരു സോഫ്റ്റ് മരണോ. ഞാൻ ചാർജ് ആയി വന്നേരം തീർന്നു. നീ വണ്ടി അത് എന്റെ വ്യൂയിലാണ്. മന്ദാരത്തിന് വലുതോ നിനക്ക് കാണുന്നുണ്ടോ? എനിക്ക് എനിക്ക് ഭയങ്കര ഡിലേ ആയിരുന്നു. നിന്റെ ഇതെന്നൊക്കെ എന്താ കറക്കിട്ട് അതെ അവൻ ചത്ത് ഇപ്പൊ ഇവിടെ ഞാൻ കേറിപ്പോയി. ഞാൻ പിന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് അടിക്കും. ഇത്രയും കേറുമല്ലേ ഇവിടെ നമ്മളപ്പോ ആ ഒരു പിക്കേ ഉള്ളൂ. ആ ഒറ്റ അങ്ങനെ കേറണ്ടായിരുന്നു അവിടെ. വില്ലുമോനെ തെറിവിളിയൊക്കെ സെൻസർ ചെയ്യണം തോന്നുന്നു. ഇത് ഓഫ് ചെയ്താണ്. ഹാക്ക് ഓഫ് ചെയ്താണോ നീ? ഓടി കിടന്നറിയായിരുന്നു. ഒരു മിനിറ്റ് പറ്റൂലേ. കിട്ടി. അല്ല POV ആണെന്നിട്ട് വരുന്നില്ല വൈരി. അപ്പൊ മുമ്പേനെ ഇതല്ല എന്താടാ നിനക്ക്? ഡെസ്ക്ടോപ്പ് നോക്ക്. ഇതേതാ ഗെയിം? നമ്മൾ കളിക്കണേ. ഇതൊക്കെയാണ് ഗെയിം. സൗണ്ട് ഒന്നുമില്ല. വാലറിന്റെ ക്രോസ് ഇറക്കി ഇല്ല. ഇനി എവിടെന്നാന്ന് നോക്കട്ടെ. റെസൊല്യൂഷൻ വേറെ നോക്കടാ. എന്തായാലും 2 മിനിറ്റ് ഉള്ളു. നീ പ്ലേ ചെയ്തോങ്ങ്. അവൻ കണ്ട അവൻ അതിനെ കൊറേ അടിക്കുവാൻ. സൗണ്ട് ഇല്ലടാ. സൗണ്ട് വെച്ചില്ല. സൗണ്ട് വേണ്ട. അവിടെ ഒരു ബോഡി ചെരിഞ്ഞോണ്ടോ നിങ്ങള്? അല്ലല്ല ഇപ്പൊ ഒരു സാധനം കാണിച്ചരാം. എനിക്ക് ഇവിടുന്ന് കൊറേ കിട്ടിയേട്ടാ.
സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടാ, വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നേ. കൊയ്യായിരുന്നല്ലേ ഇതൊന്നും കിട്ടിയില്ല കിട്ടിയില്ല പക്ഷേ. ഒന്നും കിട്ടില്ലല്ലേ? അടിച്ചു വിട്ടത്. എല്ലാ ലിറ്റ് ഇവിടെ ഒരുത്തൻ എങ്ങനെ കറങ്ങി ഇവൻ ഞാനാണ് കേട്ടോ. അപ്പുറത്തെ ടീമിൽ ഞാനായിരുന്നു. ഒറ്റയ്ക്കായി പോയവൻ, ഒറ്റയ്ക്ക് ഇടത്ത് ഇറങ്ങിയവൻ. അതാണ് അവന് ഞാൻ ഒന്ന്. ഇവൻ എത്ര നേരം എണ്ണിരിക്കണം. ഇവന് എന്ത് കേട്ടോ ഇത് കണ്ടോ? അത് ബഗ്ഗാണ്. അത് നോക്ക് ബഗ്ഗാണ്. കഴിഞ്ഞില്ല ഇത്ര ഉള്ളത്. ഇവിടെ ഉണ്ടോ? ഇത് ലാസ്റ്റ് മാച്ച് കത്തിയിട്ട് വന്നേ. നൈസടാ. ദൈവം പ്രൈമാണോ നീ? അണ്ണാ ഓൾവേസ് പ്രൈം. ഹരിയുണ്ട്, ഡോർക്കില്ലേ? ഉണ്ടാടാ ഇവനുണ്ടെന്ന് തോന്നുന്നു. നാളെ വരത്തുള്ളൂ റാം. ഈ ഡോർക്കി എത്ര തള്ളിക്കൊന്നാലും ചാവത്തില്ല. കാണാമോ? നൈസാ. കണ്ടുപിടിച്ചേ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടേ. ഇവിടെ കഴിഞ്ഞെന്ന് തോന്നണ. എന്തൊരു അടിയടാ എല്ലാരും അടിച്ചത്. എനിക്ക് പിക്കുണ്ട് ഇൻസ്റ്റഗ്രാമില്. ചേട്ടൻ കാണിച്ചേരാ കേട്ടോ. ഡോർക്കി കണ്ടുപിടിച്ചോ. ഇവിടെ അണ്ണനുണ്ട്. ഇല്ല എനിക്ക് പിക്കില്ല. അത് അസിസ്റ്റാ. പ്ലേ ചെയ്തോടാ. നമ്മളെ ചെറുക്കനെ ഉറക്കുന്ന കാണിച്ചേ. അയ്യോ അവനെ പോയില്ലേ. ഇവനെ ഉറക്കണ ഞാനും അടിക്കുന്നുണ്ട്. ഒരു ഹെഡ് കിട്ടി. പിന്നെ കിട്ടി. എനിക്കില്ല അതെനിക്കാ. അപ്പൊ നീ അവിടെ നിന്ന് അടിച്ച എന്റെ കിട്ടി. അത് രണ്ടും കൊണ്ടുപോയത് വരാം. ഇവൻ പാറക്കിട. സപ്പോർട്ടും കിട്ടിയടാ എല്ലാ ആംഗിളിൽ നിന്നും എല്ലാവർക്കും. പാവം മന്ദാരം. ഇവനെനിക്കൊരു ഭീഷണിയാന്ന് പറഞ്ഞ ഒറ്റ കൊട്ടിട്ടേ കുറച്ചുകൂടെ പിക്ക് കിട്ടിയില്ല. കാട്ടിലിരുന്ന് റേഡിയൻസ് വെച്ചാൽ അതൊന്ന് കാണട്ടെ. റേഡിയൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഇല്ല അവനായിട്ട് കളിച്ചായിരുന്നു. അറിയത്തില്ല ഇവിടെ അടി കിട്ടിയത്. എനിക്ക് പിക്ക് ഉണ്ടെന്ന് ഇവരൊക്കെ പറയണ. അല്ല നീ എന്ത് കാണിക്കുന്നേ? ഇത് ചൊറിയനാ സത്യം പറഞ്ഞ. ഇത് കൊള്ളാം. എനിക്ക് പിക്കില്ല. സത്യമായിട്ട് എനിക്ക് പിക്കില്ല. കണ്ണാപ്പി ഞാൻ ഒരുമിച്ച് കണ്ണാപ്പി. ഹലോ ഇവൻ ഉച്ചക്ക് കൊണ്ട് ചത്തതാണ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടോ? ഇവ ഇപ്പഴും സിറ്റിയിലുണ്ടോ? അപ്പോ കണ്ണാപ്പല്ലേ ഇത്? നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞോടാ? നിന്റെ ഇപ്പൊ കഴിഞ്ഞാണല്ലോ.
ഓക്കെടാ ഓക്കെ ഞങ്ങളെ വേസിയിലുണ്ട് വാ. അവനെ കള്ള സിറ്റി കയറി ഇരിക്കണ ഏതോ പെണ്ണിനോട് ചാറ്റ് ചെയ്യാൻ കേട്ടാ. എടാ എനിക്ക് പിക്കില്ല കേട്ടോ. ആ പ്ലേ ചെയ്ത് നോക്ക്. എനിക്ക് പിക്കില്ല. ഓ നൈസറാ. എടാ ഒന്ന് ബാക്ക് അടിച്ച് നോക്കൂടാ. എന്റെ കാട്ടിലിരുന്ന റേഡിയൻസ് വെച്ചാ ഒരു എന്റെ പിഒ ജസ്റ്റ് ഒന്ന് പ്ലേ കുറച്ച് ബാക്കിലോട്ട് ഇല്ലേ നീല മാറും മൈരേന്ന് ബാലിന്റെ അടുത്താണ് ഞാൻ പറയണേ. ബാലിനത് എന്റെ വ്യൂ കണ്ട അതിനകത്തൊന്നും ചെയ്യല്ലടാ. ഞാൻ മറ്റേ കാറിന്റെ മണ്ടേ കയറിയപ്പോ തന്നെ കൊല്ലണ്ടായിരുന്നു. എന്തോ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ, അതെ പറയാണ്ടിരുന്ന. എടാ എല്ലാരും വെൽ പ്ലേഡ്. ഫസ്റ്റ് വാർ നമ്മൾ അങ്ങനെ ഐശ്വര്യമായിട്ട് എന്താ പറയാ രാജകീയമായിട്ട് തുടങ്ങി. അപ്പൊ വെൽ കോൾസ്. എല്ലാരും നന്നായിട്ട് കളിച്ചു. എല്ലാരും കളിച്ചു. കിടിലോടാ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം.